NSSന്റെ പിന്തുണ ആർക്കാണ്? ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നത്, വലിയ വാക്പോര് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടതു സർക്കാരിനെ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചില നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു, ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ആഗോള അയ്യപ്പ സംഗമം നല്ല കാര്യമാണ്, സർക്കാരിന് ഭക്തിയുണ്ട്, പിണറായിക്ക് ഭക്തിയുണ്ട്. പിണറായിക്ക് വേണമെങ്കിൽ അന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാമായിരുന്നു, സ്ത്രീകളെ ശബരിമലയിൽ സർക്കാർ കയറ്റിയില്ലല്ലോ. ഇതൊക്കെയായിരുന്നു സുകുമാരൻ നായർ പിണറായി വിജയനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. ഈ നിലപാട് NSSന്റെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് വന്നതിന് പിന്നാലെ ആകെ അങ്കലാപ്പിലായത് കേരളത്തിലെ കോൺഗ്രസ്. NSSന്റെ അട്ടിപ്പേർ അവകാശം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് എന്നാണ് കോൺഗ്രസ് ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്ത 2026 തെരഞ്ഞെടുപ്പിലെ വിജയം മുന്നിൽ കണ്ട് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന NSSനെ സംബന്ധിച്ച് ഈ സുകുമാരൻ നായരുടെ വാക്കുകൾ ആകെ ഒരു തിരിച്ചടിയായി മാറി. സുകുമാരൻ നായർ ഇനി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നോ? സുകുമാരൻ നായരും NSSും ഇനി പിണറായി വിജയന്റെ ഒപ്പമാണോ? ഞങ്ങൾക്ക് പെരുന്നയിൽ ഇനി സ്ഥാനമില്ലേ? പെരുന്നയിൽ ആസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പോകുമ്പോഴെല്ലാം ചെന്ന് പുഷ്പാർച്ചന നടത്തുകയും സുകുമാരൻ നായരുടെ കാൽപാദം തൊട്ട് വന്ദിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആകപ്പാടെ ഒരു അങ്കലാപ്പിലായി. പിന്നാലെ VD സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ അടക്കമുള്ളവർ പ്രതികരിച്ചു. NSSന്റെ നിലപാടിൽ ഒരു വ്യത്യാസവുമില്ല. NSS എന്നും സമദൂര നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. NSS നമ്മളുമായിട്ട് വലിയ ഇഴയടുപ്പമാണ്, അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഇതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒരു പ്രസ്താവന. ഇതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച വെള്ളാപ്പള്ളിയുടെ പ്രതികരണവും വന്നു. NSSന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, ആരാണ് യഥാർത്ഥ ഭക്തരെന്ന് NSS ജനറൽ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടു. ഇടതു സർക്കാർ, പിണറായി സർക്കാരാണ് ശബരിമലയുടെ വികസനത്തിന് കാര്യങ്ങൾ ചെയ്തത്. അത് മനസ്സിലാക്കിയ സുകുമാരൻ നായർക്ക് വലിയ അഭിവാദ്യങ്ങൾ. ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഡയലോഗ്. വെള്ളാപ്പള്ളി ഈ സമയത്ത് ഇറങ്ങിയത് മനസ്സിലായല്ലോ എന്തിനാണെന്ന്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, എങ്ങനെയെങ്കിലും NSSനെ ഒന്ന് പൊക്കി നിർത്തുക, അടുത്ത് പിണറായി തന്നെ വരുമെന്ന് പറയുക, പിണറായിയെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് സ്വന്തം താല്പര്യങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുക. ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളോട് ഒരു ചോദ്യം, പ്രത്യേകിച്ച് CPM-നോടും കോൺഗ്രസിനോട് ഒരു ചോദ്യം: നിങ്ങൾ എന്തിനാണ് ഈ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നത്? ഒരു സമുദായത്തിനോടും ഞങ്ങൾക്ക് മമതയില്ല, ഞങ്ങൾക്ക് ഒരു സമുദായത്തിനോടും അമിതമായ അടുപ്പമില്ല, എല്ലാ സമുദായങ്ങളുമായി ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്, ഞങ്ങൾ ഒരേപോലെയാണെന്ന് പറയുന്ന നിങ്ങൾ, ജാതി രാഷ്ട്രീയം വേണ്ട, മതരാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന CPM-ഉം കോൺഗ്രസും ഇങ്ങനെ സമുദായ നേതാക്കന്മാരുടെ അടുക്കള നിരങ്ങേണ്ട ഗതികേട് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിക്കണം. ഇവിടെ സുകുമാരൻ നായർ പിണറായി ഒന്ന് പോഴ്ത്തി പറഞ്ഞാൽ ഉടൻ തന്നെ ഹാലിളകുന്ന കോൺഗ്രസ് നേതൃത്വം. ഇനി കോൺഗ്രസിനോടൊപ്പം സുകുമാരൻ നായർ ഒന്ന് അടുത്തു പോയാൽ നെഞ്ചുവേദന വരുന്ന CPM-ന്റെ നേതൃത്വം. ഇതൊക്കെ എന്തിനാണ്? പിന്നെ സുകുമാരൻ നായരോട് മാത്രം ഒരു കാര്യം, അങ്ങ് തരാതരം പോലെ അങ്ങയുടെ നിലപാട് മാറ്റിക്കൊള്ളൂ. ഓന്തിനു പോലും സത്യം പറഞ്ഞാൽ നാണം വരും അങ്ങയുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ. കാര്യം, ഓന്തിന് പോലും നിറം മാറുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ട്, അല്പ സമയം എടുക്കും. പക്ഷെ അങ്ങയുടെ നിലപാട് മാറ്റത്തിന് അത്ര പോലും സമയം വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം, ഈ പിണറായിയെ പുകഴ്ത്തി പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമാണെന്ന് പറഞ്ഞ അങ്ങ് ഒരു കാര്യം ചിന്തിക്കണം. NSS സമുദായക്കാരായിട്ടുള്ള എത്രയോ പേർക്കെതിരെ, നൂറുകണക്കിന് പേർക്കെതിരെ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഈ സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഈ സർക്കാരിനോട്, ഈ പിണറായിയോട് നാമജപഘോഷയാത്രയ്ക്ക് പങ്കെടുത്തതിന്റെ പേരിൽ എടുത്ത കേസുകൾ പിൻവലിക്കാൻ പറയാനുള്ള നട്ടല് NSSന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് താങ്കൾക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മറ്റു സമുദായക്കാരെ കുറിച്ച് താങ്കൾ ചിന്തിക്കേണ്ട. NSS സമുദായക്കാരായ, നായർ സമുദായക്കാരായ ആളുകൾക്കെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ള നട്ടലും തന്റെ ഇടവും ആർജവവും അഭിമാനവും താങ്കൾക്കുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ താങ്കളെ സമ്മതിച്ചു, താങ്കൾ പിണറായിയെ പുകഴ്ത്തുകയോ പുകഴ്ത്താതിരിക്കുകയോ എന്തു വേണോ ചെയ്യട്ടെ. അല്ലാതെ സ്വന്തം സമുദായ അംഗങ്ങൾ പോലും കള്ളക്കേസിൽ കുടുക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ കേസെടുത്ത ആ പോലീസിന്റെ തലവനായ, ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തി
സ്വന്തം നേട്ടങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി നിലപാട് നാഴികയ്ക്ക് 40 വട്ടം മാറ്റുന്ന അങ്ങേപ്പോലെയുള്ള ആളുകൾ ഈ സമുദായത്തിന് തന്നെ സത്യത്തിൽ അപമാനമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല.